സുധി, സ്നേഹ കുറച്ച് ദിവസമായിട്ട് എന്തോ ഒരു ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസ് പോലെ. എന്തു പറ്റി? നീ വല്ല പേടിച്ചോ? അറിയില്ല, ഇന്നത്തെ ദിവസം ഏതാ? ഇന്ന് ജൂൺ 27. ജൂൺ 27. ഈ ഒരു ദിവസം മേ ബി ഈ ഒരു ദിവസം അടുത്തതുകൊണ്ടായിരിക്കും, എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. കുറേ ഉറക്കം കിട്ടുന്നില്ല, കയ്യും കാലൊക്കെ വിറയ്ക്കുക, നൈറ്റ് മെയർസ്, ഒരുപാട് ടെൻഷൻസ്. അറിയില്ല, ഈ ഒരു ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? എന്താ സ്നേഹ? അതൊരു കഥയാണ്. ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ? കഥയോ? കഥയാണ്. കണ്ട് പേടിച്ചോ ആള്? പേടിയല്ല, ഇത് ജീവിതമാണ് സുധേ. ഓക്കെ. നമുക്കെപ്പോഴും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതും, നമ്മൾ ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാർ ഈ വെക്കേഷൻ വരാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യില്ലേ? തീർച്ചയായിട്ടും. അതെന്തിനാന്ന് നമുക്കറിയാം. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊന്ന് പോയി കാണുക, അവരായിട്ട് കളിക്കുക, ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ, അതൊക്കെയല്ലേ നമ്മൾ ആഗ്രഹിക്കുക, അല്ലേ? സീരിയസ് ആയിട്ട് എൻ്റെ നാട്ടിൽ ഞാൻ ഈ വെക്കേഷൻ സമയത്ത് പോകാറുണ്ട്. ഏറ്റവും ബെസ്റ്റ് മൊമെൻ്റ് ഇൻ മൈ ലൈഫാണ് ആ ഒരു സമയം എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് ഏറ്റവും ഞാൻ എൻ്റെ കസിൻസിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വ്യഗ്രത കൊള്ളുമായിരുന്നു. ഞാൻ വീട്ടിലൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുമായിരുന്നു ആ ഒരു സമയം എത്തുമ്പോൾ. എത്ര കസിൻസാ മൊത്തം? ഞങ്ങളെല്ലാവരും കൂടെ ഒരു 5 പേരുണ്ട് അവിടെ. 5 പേരുണ്ടായിരുന്നു? 5 പേര്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും കൂടെ വീട്ടിൽ ആരോടും പറയാണ്ട് കളിക്കാൻ പോവും, ഭക്ഷണം കഴിക്കാൻ പുറത്ത് ഇങ്ങനെ എല്ലായിടത്തും ഓടി നടന്ന് ആ ഒരു നാട്ടിലെ ആ ഒരു കാട്, പാടം, അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഇല്ലേ, അവിടെയൊക്കെ പോയി നല്ല ഗെയിംസൊക്കെ കളിച്ച് ഒരു രസമായിരുന്നു അത്. തീർച്ചയായിട്ടും അതൊരു നല്ലൊരു എക്സൈറ്റ്മെന്റും നല്ലൊരു അഡ്വഞ്ചർ അല്ലേ? പക്ഷേ ഞാനൊരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, ഒരു 10-15 വർഷങ്ങൾക്ക് മുന്നേ ഓക്കെ, ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഈ ഒരു ദിവസത്തിന് അടുത്ത് ഉള്ളൊരു സമയത്താണ്. അതാണ് മേ ബി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞില്ലേ, അത് ഈ ഒരു കാരണം കൊണ്ടായിരിക്കാം. ഓക്കെ. ജൂൺ 27. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഈ 5 കസിൻസ് പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് 5 പേർക്കും മറക്കാൻ പറ്റാത്ത ദിവസം. അതെന്താ സ്നേഹ ഈ ജൂൺ 27 തന്നെ അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ആവാൻ കാരണം? ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഈ 5 കസിൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കളിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞില്ലേ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു കാടുണ്ട്. ഞങ്ങളുടെ കാടിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു വീടുണ്ട്. ഒരു ഓടിട്ട വീടാണ് കേട്ടോ. ഈ ഓടിട്ട വീട്ടിൽ ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു. നല്ല സുന്ദരിയായിട്ടുള്ളൊരു അമ്മൂമ്മ. ഈ പഴയ കാലത്തെ അമ്മച്ചിമാരിനെ പോലെ വൈറ്റ് ഡ്രസ്സിൽ. അതെ, ഈ വൈറ്റ് സെറ്റ് സാരിയൊക്കെ എടുത്ത് നല്ല ചന്ദനക്കുറിയൊക്കെ തൊട്ട് അങ്ങനെയായിരുന്നു ഞങ്ങൾ എല്ലാവരും ആ അമ്മൂമ്മനെ കണ്ടിട്ടുണ്ടായിരുന്നത്. എപ്പോഴും അങ്ങനെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ സ്മൈലൊക്കെ എങ്ങനെയായിരുന്നു? അതാ പറഞ്ഞത്, ആ ഒരു ഐശ്വര്യം ഉണ്ടല്ലോ മുഖത്ത്. സോ ബ്യൂട്ടിഫുൾ ഷീ വാസ്. എന്താ പറയുക, നമ്മൾ ഒരു ഐശ്വര്യത്തിൻ്റെ ദേവത എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ വീട്ടിൽ പോകുന്ന സമയത്ത് നമ്മൾ നെയ്ബേഴ്സിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കില്ലേ, അങ്ങനെയാണ് ഇവിടെയും. മുത്തശ്ശിക്ക് ഞങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭക്ഷണമൊക്കെ തരുമായിരുന്നു. ഞങ്ങൾ 5 പേരെയും മാത്രം വിളിച്ചിട്ട് ഞങ്ങളെല്ലാവരും അവിടെ ആ വീടിൻ്റെ ഉള്ളിൽ സുധി ഭയങ്കര ഒരു പ്രത്യേകതയുള്ളൊരു വീടാണ്. നമ്മൾ ചില വീടുകളിൽ, പഴയ വീടുകളിലൊക്കെ കാണില്ലേ, ഇങ്ങനെ നടുക്കിൽ ഒരു വലിയ ഒരു മേശ, ആ മേശയിൽ 5 കസാരയുണ്ട്. അതൊരു റോല് തന്നെ 5 കസാര. 5 കസാരയിൽ ഞങ്ങൾ 3 പേര്, ഞങ്ങൾ കുട്ടികളായിരുന്നു, ഞങ്ങൾ 3 പേരും, അതുപോലെ അപ്പുറത്ത് ഓപ്പോസിറ്റായിട്ട് 2 പേരും കൂടെ 5 പേരും ടോട്ടലും കൂടെ ഇരിക്കുമായിരുന്നു. അമ്മൂമ്മ ചിലപ്പോൾ ഞങ്ങൾക്ക് ചെറുതായിട്ട് കള്ളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വെക്കുമായിരുന്നു. എന്നാലും
ഒരുപാട് ഒരുപാട് നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ വെച്ച് തരുമായിരുന്നു. ആ ഒരു സമയമാകുമ്പോൾ ഞങ്ങൾ വിളിക്കും, ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ, ദേ മക്കളെ ഇതെവിടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ, വാ എന്നൊക്കെ പറയുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ പോയി ഇരുന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ വീട്ടിൽ പോയിട്ട് അമ്മയുടെ നിന്ന് ചെറിയൊരു ചീത്തൊക്കെ കേൾക്കാറുണ്ട്. എന്നാലും കുഴപ്പമില്ല, ആ മൂമ്മനെ കാണുമ്പോഴുള്ളൊരു സന്തോഷം, ആ ഭക്ഷണം വയറും നിറയും മനസ്സും നിറയും. അപ്പോൾ ഒത്തിരി സമയം അമ്മൂമ്മൻ്റെ കൂടെ ആയിരുന്നു. ഒരുപാട് ഞങ്ങൾ ഈ ഒരു 2 മാസം എന്ന് പറയില്ലേ, ഈ ഒരു 2 മാസം കൂടുതൽ നേരം ഈ ഒരു അമ്മൂമ്മയുടെ വീട്ടിലും അതുപോലെ തന്നെ അവിടെ കളിക്കാനും പാടത്തും ഒക്കെ ഇരുന്ന് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു സമയമൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നൊരു സമയമായിരുന്നു. എൻ്റെ ഒരു കസിൻ ഉണ്ട്, ഞങ്ങൾ ഈ 5 പേരിൽ ഉമേഷ് എന്ന് പറഞ്ഞൊരു കസിൻ ഉണ്ട്. എന്നെക്കാളും വളരെ ചെറുതാണ് പുള്ളിക്കാരൻ. അപ്പം ഇതൊരു 15 വർഷം മുന്നാണ് നടക്കുന്നതെന്ന് പറഞ്ഞല്ലോ. എനിക്കിത് പറയുമ്പോൾ ഇപ്പോഴും എന്നെ കാണുമ്പോൾ അറിയാം, എൻ്റെ മനസ്സിലിങ്ങനെ ആ ഒരു ഇൻസിഡൻറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അറിയില്ല എങ്ങനെയാണ് ഇത് പറയണ്ടേ, അതൊരു ഫീലാണ് സുധേ, അതൊരു മനസ്സിൽ നമ്മളെ തട്ടിക്കൊണ്ടിരിക്കുന്നൊരു ഫീലാണ്. ഈ ഒരു സമയത്ത് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഒരു ദിവസം നമ്മൾ പല സ്ഥലങ്ങളിലുമായിട്ട് ഈ സമ്മർ വെക്കേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും മൈഗ്രേറ്റ് ചെയ്ത് ഓരോ സ്ഥലങ്ങളിലോട്ട് പോവുകയാണല്ലോ. അപ്പോൾ ഈ പോകുന്ന സമയത്ത് ഉമേഷ് അവിടെ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ വീട്ടിൽ ലൈറ്റ് കത്തിച്ചാൽ ആ മുത്തശ്ശിയുടെ വീട്ടിലും നമുക്ക് കാണാം. അങ്ങനെയുള്ളൊരു ഡിസ്റ്റൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ സ്നേഹ ഇത് അത്ര ദൂരമൊന്നുമല്ല അല്ലേ, അടുത്തനായിട്ട് തൊട്ടടുത്ത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അമ്മൂമ്മയ്ക്ക് ആ ലൈറ്റിലൂടെ മനസ്സിലാവും. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അമ്മൂമ്മ വീട്ടിൽ ലൈറ്റൊന്നും ഇടില്ല. രാത്രി ഒരു 6 മണിയായി കഴിഞ്ഞാൽ ഒരു വിളക്ക് കത്തിച്ച് കാണും. ആ വീട്, ആ പ്രദേശം ഒക്കെ ഒരു മൂകതയായിരുന്നു. ഭയങ്കര സൈലൻ്റായിട്ട്, ഭയങ്കര ഇരുണ്ട്, ആ ഓടിട്ട വീട്. അത് നമ്മൾ പ്രേത സിനിമകളിലൊക്കെ കാണില്ലേ സുധേ? അതെ. അപ്പോൾ അമ്മച്ചി തനിച്ചായിരുന്നോ? ഒറ്റയ്ക്കായിരുന്നു. മുത്തശ്ശൻ ഉണ്ടായിരുന്നു. മുത്തശ്ശൻ 2 വർഷം മുന്നേ മരിച്ചുപോയി. മക്കളാരും നോക്കാനില്ല. അപ്പോൾ അമ്മൂമ്മ ഒറ്റയ്ക്കായിരുന്നു അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങളായിരുന്നു ഇടയ്ക്ക് വരുമ്പോഴുള്ള അമ്മൂമ്മയുടെ ഒരു സന്തോഷം. ഈ ഒരു സമയത്ത് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഉമേഷ് ഒറ്റയ്ക്കായിരുന്നു ഈ ഒരു സമയത്ത്. 15 വർഷങ്ങൾക്ക് മുന്നേ ജൂൺ 27-ാം തീയതി നല്ല കൊടുങ്കാറ്റും മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുക. പൊതുവെ നമ്മൾക്ക് ഈ മഴ പെയ്യുന്ന സമയത്ത് പുറത്തുനിന്ന് കളിക്കാൻ പോകാൻ വേണ്ടിയിട്ടൊരു ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ? നല്ലൊരു ഫീലിംഗ് അല്ലേ? അതുപോലെ തന്നെ ഉമ്മ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അവൻ പോയി കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് ചെറിയമ്മോട് അമ്മ ഞാൻ പോവാ എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഓട്ടമായിരുന്നു. അപ്പോൾ ചെറിയമ്മയ്ക്ക് അത് തടയാൻ പോലും പറ്റിയില്ല. അവൻ അങ്ങനെ ഓടിപ്പോയി. നമ്മുടെ നാട്ടിലെല്ലാവരും അങ്ങനെ ആണല്ലോ. എന്നിട്ട് ഇവൻ പോകുന്ന ആ ഒരു ഗ്രൗണ്ടിലോട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ ഈ മുത്തശ്ശിയുടെ വീട് കടന്നാലേ പോകാൻ പറ്റുള്ളൂ. അപ്പം ഇനി പോകുന്ന നല്ല മഴ പെയ്യുന്നുണ്ട്, ചെറിയൊരു മിന്നലുണ്ട്, അതുപോലെ തന്നെ ഈ പുതു മഴയുടെ മണ്ണിൻ്റെ മണം, അതുപോലെ തന്നെ ഒരു ചെറിയ കാറ്റ്, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഒരു സന്ധ്യ സമയമായിരുന്നു അല്ലേ? ഒരു 6 മണി സമയം കേട്ടോ, ഒരു 6 മണി സമയം. ഈ 6 മണി സമയത്ത് ഇവനവിടെ എത്തിയപ്പോൾ, മുത്തശ്ശിയുടെ വീടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ മുത്തശ്ശിയുടെ മഴ കൊണ്ട് നിൽക്കുന്നു. മുത്തശ്ശിയുടെ വീട് തൊട്ടടുത്താണ്, എന്നാലും മുത്തശ്ശി അവിടെ കയറി നിൽക്കുന്നില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ കുറച്ച് നേരമായിട്ട് ചെറിയ ഇങ്ങനെ വീട്ടിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവനെ കാണുന്നില്ല. 6 മണിക്ക് പോയതാ, 7 മണിയായി, 8 മണിയായി, 9 മണിയായി, എന്നിട്ടും ഇവനെ കാണുന്നില്ല. ചെറിയമ്മയ്ക്ക് ആകെ ഒരു വിഭ്രാന്തി പിടിച്ച പോലെയായി. ഇവൻ എവിടെയായി പോയിട്ടുള്ളേ? 9 മണി വരെയൊക്കെ ആരെങ്കിലും കളിക്കുമോ? ചെറിയച്ഛൻ വീട്ടിലെത്തിയിട്ടുമില്ല. ചെറിയച്ഛനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. പിന്നെ ആ ഒരു സമയത്ത് ഫോൺ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ ഒരു കാലത്തെ പോലെ ഇല്ലല്ലോ. അപ്പോൾ പതിയെ അപ്പോൾ ചെറിയമ്മ ഈ മഴയൊക്കെ ഒന്ന് ചെറുതായിട്ട് തോർന്നു തുടങ്ങിയപ്പോൾ ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ചിറങ്ങി. ഇറങ്ങി പതുക്കെ അങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോൾ മുത്തശ്ശിയുടെ വീടിൻ്റെ അവിടെ എത്തി. ആ മുത്തശ്ശിയുടെ വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു കുട കെടുക്കുന്നു. കുട അത് ചെറിയമ്മയുടെ കുടയായിരുന്നു. അത് ആകെ കൂടി എടുക്കുന്നത് ഉമ്മ മാത്രമായിരുന്നു അവിടെ. പിന്നെ ഇവിടെയൊക്കെ നോക്കി, ആ ഗ്രൗണ്ടിൻ്റെ അവിടെ നോക്കി, കാണാനില്ല, എവിടെയും കാണാനില്ല അവനെ.
ചെറിയമ്മ പേടിച്ച് ആ കൊടയെടുത്തിട്ട് തിരിച്ചു വേഗം ഓടി വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യേണ്ട, ചെറിയച്ഛനെ വിളിച്ചാൽ കിട്ടണില്ല, ഇവനെയും കാണാനില്ല. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉമ്മ വീട്ടിലോട്ട് കയറി വന്നു. അല്ല സ്നേഹ, എനിക്കിത് ആള് എവിടെ പോയായിരുന്നു? എന്താണ് ഇത്ര നേരം പോയാൽ കൂട്ടുകാരോടെ പോയിട്ടുണ്ടായിരിക്കും അല്ലേ? അവൻ കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോയിട്ടാണ് എന്നാണ് അവൻ പറയുന്നത്. ചെറിയമ്മ ചോദിച്ചു, നീ എവിടെയായിരുന്നു ഇവിടെ ഇത്ര നേരമായിട്ട് എന്നൊക്കെ ചോദിച്ചു. നല്ലവണ്ണം തല്ലുണ്ടാക്കി, നല്ല രീതിയിൽ ആർഗ്യൂ ചെയ്തു. ഇവൻ പറഞ്ഞു, ഞാൻ കളിക്കാൻ പോയതല്ല അമ്മ, ഞാൻ പറഞ്ഞിട്ടില്ല പോയി എന്നൊക്കെ ചോദിച്ചു. ഇങ്ങനെ ഈ കൊട അവിടെ കിടക്കുന്നേ എന്ന് ചോദിച്ചു. എന്റെ കൊട എങ്ങനെയാ ആ മുത്തശ്ശിയുടെ വീടിന്റെ അവിടെ കിടന്നേന്ന് ചെറിയമ്മ ചോദിച്ചപ്പോ അവൻ പറഞ്ഞൊരു ഉത്തരണ്ട് സുധി. അവൻ പറഞ്ഞു, ഇതിന്റെ ഇടയ്ക്ക് ഞാൻ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് അവൻ പറഞ്ഞത്. അപ്പൊ ചെറിയമ്മ, നീ എപ്പോ വീട്ടിലോട്ട് വന്നു? ഞാൻ അറിഞ്ഞില്ലല്ലോ. അമ്മ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവൻ ഓടി വന്ന് ഇവൻ വീട്ടിലിരിക്കുന്ന ആ കൊട എടുത്തിട്ട് അവൻ ഓടിപ്പോയി. എന്തിനാ ഓടിപ്പോയെന്നറിയോ സുധിക്ക്? പക്ഷെ അവൻ മഴയത്ത് നനഞ്ഞിട്ടാണല്ലോ കളിക്കാൻ പോയത്. അവൻ്റെ അടുത്ത് ആ കൊട ചോദിച്ചത് ആ മുത്തശ്ശിയായിരുന്നു. മുത്തശ്ശി അവിടെ മഴ നനഞ്ഞിരിക്കുമായിരുന്നു. മുത്തശ്ശി പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ 5 പേരും എന്നെ കാണാൻ വരാറില്ലല്ലോ. ഞാൻ ഒരുപാട് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് നോക്കിയല്ലോ. നിങ്ങൾക്ക് ആർക്കും എന്നെ വേണ്ട അല്ലേ, എന്നെ കാണണ്ടല്ലേ എന്ന് മുത്തശ്ശി ചോദിച്ചു എന്ന് പറഞ്ഞു അവൻ. അപ്പൊ ചെറിയമ്മ, നീ എന്ത് തോന്നിവാസാ കുട്ടി പറയുന്നേ എന്ന് ചോദിച്ചു. മുത്തശ്ശി അങ്ങനെ ചോദിച്ചു. ഇവൻ സെയിം കാര്യം തന്നെ ഒരുപാട് വട്ടം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ടെൻഷൻ അടിച്ച് അവനിത് പറഞ്ഞ് അമ്മ സത്യമാണ് എന്നമ്മ പറഞ്ഞുകൊണ്ടിരിക്കുക. ചെറിയമ്മ അവിടെ സ്തംഭിച്ച് നിന്നുപോയി. വീട്ടിന്റെ അടുത്തല്ലായിരുന്നേ? മഴയത്ത് പുറത്തിരുന്നു എന്നാണ് അവൻ പറയുന്നത്. അപ്പൊ അമ്മച്ചിക്ക് കൊടേണ്ട ആവശ്യം തന്നെയാണ്, ആൾക്ക് വീടിന്റെ ഉള്ളിൽ കയറി ഇരിക്കാറുണ്ടല്ലോ. അതെ എന്തുകൊണ്ടായിരിക്കും? ഇതന്നെയായിരുന്നു ചെറിയമ്മയുടെ മനസ്സിലിങ്ങനെ ടെൻഷൻ അടിച്ച് ചെറിയമ്മ ഇങ്ങനെ വിറച്ചൊക്കെ തുടങ്ങി. നീ എന്ത് തോന്നിവാസായി പറയുന്നേന്ന്? അതിപ്പോ ചെറിയ കാര്യമല്ലേ, അപ്പോ ചെറിയമ്മ അതിൽ ദേഷ്യപ്പെടേണ്ട ആവശ്യം എന്താ സ്നേഹ? എന്താ കാര്യം എന്നറിയോ സുധിക്ക്? ജൂൺ 27-ാം തീയതി ആയിരുന്നു അന്ന്. ആ ഒരു ദിവസമായിരുന്നു ആ മുത്തശ്ശി മരിച്ചിട്ട് 2ാം വാർഷികമായിരുന്നു. എന്താ സ്നേഹ പറയുന്നത്? സുധി, സത്യമാണ്. ആ മുത്തശ്ശി മരിച്ച കാര്യം ഉമ്മയ്ക്കും അറിയായിരുന്നു. പക്ഷെ ഇവൻ അവിടെ പോയപ്പോൾ മുത്തശ്ശീനെ കണ്ടപ്പോൾ ഇവൻ ആ കാര്യങ്ങളൊന്നും ഓർമ്മ വന്നില്ല. ഇവൻ മുത്തശ്ശീനെ കണ്ടു, മുത്തശ്ശിയുടെ അടുത്ത് സംസാരിച്ചു. മുത്തശ്ശി അവനെയും ഞങ്ങളെല്ലാവരെയും മിസ് ചെയ്യണമെന്ന് പറഞ്ഞു. കൊട വേണമെന്ന് പറഞ്ഞു. കൊട എടുക്കാൻ വേണ്ടി അവൻ വീട്ടിലോട്ട് തിരിച്ചു പോയി കൊട കൊടുത്തു. പിന്നെ അവൻ കളിക്കാൻ പോയി. സ്നേഹ, അമ്മച്ചി മരിച്ച് 2 വർഷം. അറിയില്ല സുധി, ഇത് ഞാൻ പറയുന്ന സമയത്ത് എനിക്ക് കണ്ണീന്ന് വെള്ളം വരുന്നുണ്ട്, എനിക്ക് എൻ്റെ കൈയൊക്കെ തരിക്കുന്നുണ്ട്. എനിക്കറിയില്ല, ഐ ക്യാൻ ആക്ച്വലി ഫീൽ ഹർ. ഞങ്ങൾ കുറച്ചടുത്ത് ഈ ഒരു വെക്കേഷൻ്റെ സമയത്ത് പോയപ്പോൾ could actually feel her. She's there. ആ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. her smell, her, you know, അവിടെ അടുത്ത് പുള്ളിക്കാരിയുടെ ഒരു നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റില്ലേ? അതെ. അപ്പോൾ സ്നേഹ, ഇത് മരിച്ച ശേഷം ആൾക്കാർ ജീവിക്കുന്നൊക്കെ കുറേ അവിടെ ഞാൻ കേട്ടിട്ടുണ്ട്. Have you ever heard of life after death? Yes. Maybe not. I don't know, but this is an actual incident which happened in my life. And ഈ ഒരു ജൂൺ 27 എന്ന് പറയുന്ന ദിവസം 15 വർഷമായിട്ട് ഞാനോ ഉമ്മയോ ഞങ്ങൾ 5 പേരും പല പല സ്ഥലത്താണ് നിൽക്കുന്നത്. ഞങ്ങൾക്ക് 5 പേരും ഞങ്ങളൊരു ഫോൺ ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാറില്ല. Really feeling strange. It is really feeling strange, but for all of us, ഞങ്ങൾക്ക് എല്ലാവർക്കും അമ്മൂമ്മ അവിടെ ഉണ്ട് എന്നുള്ളൊരു തോന്നല. നമുക്ക് ആ ഒരു നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ടെന്നുള്ളൊരു തോന്നലുണ്ടാവില്ല. ഒരു സ്ട്രെങ്ത് ആണ് സുധി അത്. മേ ബി ആ ഒരു ദിവസം ഞങ്ങൾക്ക് ഇനി
ഒരിക്കലും ഞങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ മറക്കാൻ പറ്റാത്തൊരു ദിവസമായേക്കാം. മേ ബി സ്നേഹ മരിച്ചുപോയ ആൾക്കാർ എന്നും നമ്മളിൽ നിന്ന് ദൂരെ ആവില്ല, എന്നും നമ്മളുടെ ഒപ്പം ഇരിക്കുമെന്ന് ഒരു എന്താ പറയുക, മേ ബി ദിസ് ഇസ് സംതിങ്. ആ ഒരു ദിവസം മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു.